ഇറാൻ ഇസ്രായേൽ സംഘർഷം 8ാം ദിവസവും രൂക്ഷമായി തുടരുന്നു. ഇസ്രായേലിലെ 4 കേന്ദ്രങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തി. ഇസ്രായേലിന്റെ ഇന്റലിജൻസ് ആസ്ഥാനം ആക്രമിച്ചെന്നും ഇറാൻ അവകാശവാദം ഉന്നയിച്ചു. അതേസമയം സംഘർഷത്തിൽ അമേരിക്ക ഇടപെടണോ എന്നതിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമുണ്ടാകുമെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ സായുധ സംഘർഷത്തിൽ അമേരിക്ക നേരിട്ട് പങ്കാളിയാകുമെന്ന ആശങ്ക നിലനിൽക്കെ പരസ്പരം ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രയേലും ഇറാനും. ഇസ്രയേലിലെ 4 കേന്ദ്രങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തി. ടെല്ലവീവിനോട് ചേർന്ന പ്രദേശങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ കെട്ടിടങ്ങൾക്കടക്കം വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഇസ്രയേലി നഗരങ്ങളിൽ ഇറാൻ ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചെന്നും വിവരമുണ്ട്. ഇസ്രയേലിന്റെ മിലിറ്ററി ഇന്റലിജൻസ് ക്യാമ്പിന് നേരെ ആക്രമണം നടത്തിയെന്ന അവകാശവാദവും ഇറാൻ ഉന്നയിച്ചു. ഇസ്രയേൽ ആക്രമണത്തിൽ കിഴക്കൻ ടെഹ്റാനിൽ വൻ നാശനഷ്ടം സംഭവിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. അതേസമയം സംഘർഷത്തിൽ അമേരിക്ക ഇടപെടണോ എന്നതിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമുണ്ടാകുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. I have a message directly from the president, and I quote, "Based on the fact that there's a substantial chance of negotiations that may or may not take place with Iran in the near future, I will make my decision whether or not to go within the next 2 weeks." That's a quote directly from the president for all of you today. എന്നാൽ ഇറാനെതിരായ ആക്രമണത്തിൽ ഇസ്രയേലിന് ആരുടെയും സഹായം ആവശ്യമില്ലെന്ന് ബെഞ്ചമിൻ നെതന്യാഹു നിലപാട് വ്യക്തമാക്കി. ועל מה הוא נשען? על מה כל ציר הרשע הזה? על מה כל האיום במזרח התיכון? איראן. ואם אנחנו, איך אומרים את זה באנגלית? cut them down to size. അതിനിടെ ഇറാനുമായി യൂറോപ്യൻ യൂണിയന്റെ സുപ്രധാന സമവായ യോഗവും ഇന്ന് നടക്കും. ചർച്ചയിൽ ഇറാന്റെ നിലപാടനുസരിച്ചായിരിക്കും തുടർ നീക്കങ്ങളിൽ US തീരുമാനമെടുക്കുക. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇന്ത്യൻ ആവശ്യം അംഗീകരിച്ച ഇറാൻ ഇന്ത്യയ്ക്കായി വ്യോമപാത തുറന്നു. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ആദ്യ ബാച്ച് വിദ്യാർത്ഥികൾ ഇന്ന് രാത്രി ഡൽഹിയിലെത്തും. ഇറാന്റെ വിവിധ നഗരങ്ങളിൽ നിന്നായി 1000-ഓളം വിദ്യാർത്ഥികളെ അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിലെത്തിക്കും. നിലവിലെ സമയക്രമം അനുസരിച്ച് ആദ്യ വിമാനം രാത്രി 11 മണിക്ക് ഡൽഹിയിലെത്തും. 2ാമത്തെയും 3ാമത്തെയും വിമാനങ്ങൾ നാളെ രാവിലെയും വൈകിട്ടുമായി എത്തും. ഇറാൻ ഇസ്രായേൽ വ്യോമാക്രമണം ശക്തമായതിനെ തുടർന്നാണ് ഇറാൻ വ്യോമാതിർത്തി അടച്ചത്. ഇന്ത്യൻ ആവശ്യപ്രകാരം ഇന്ത്യൻ വിമാനത്തിനായി പ്രത്യേക വ്യോമ ഇടനാഴി അനുവദിക്കുക. 4000-ലധികം ഇന്ത്യക്കാരാണ് നിലവിൽ ഇറാനിലുള്ളത്. അതിൽ പകുതിയും വിദ്യാർത്ഥികളാണ്. 110 വിദ്യാർത്ഥികളുമായുള്ള ആദ്യ വിമാനം കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെത്തിയിരുന്നു. ഇസ്രായേൽ ഇറാൻ മിസൈൽ ആക്രമണങ്ങൾ തുടരുന്നതിനിടെ ടെഹ്റാനിൽ ഇസ്രായേലിനെതിരെ വൻ ജനകീയ പ്രക്ഷോഭം. ലക്ഷക്കണക്കിന് ആളുകളാണ് പ്രക്ഷോഭത്തിൽ അണിനിരന്നതെന്ന് അൽ ജസീറ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. സംഘർഷത്തിൽ പ്രധാന യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പിക്കാനായി UK, ജർമ്മനി, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരുമായുള്ള ഇറാൻ വിദേശകാര്യമന്ത്രി ഉടൻ കൂടിക്കാഴ്ച നടത്തും. സിവിലിയൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള സൈനിക ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് സൗദി അറേബ്യ പ്രതികരിച്ചു.